ഹായ്, എല്ലാവർക്കും PSC പിഴയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗാമയുടെ രണ്ടാം വരവിനെ പറ്റിയാണ്. അതിനെ തുടർന്ന് കൊച്ചിയും കോഴിക്കോടും തമ്മിലൊരു യുദ്ധ സമാനമായൊരു സാഹചര്യത്തിലേക്ക് സ്ഥിതിഗതികൾ മാറി എന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് കോഴിക്കോടും കൊച്ചിയും തമ്മിലുണ്ടായ ആ യുദ്ധത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും. കോഴിക്കോടും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധം ഈ കാലഘട്ടത്തിൽ സാമൂതിരി കേരളത്തിലെ പോർച്ചുഗീസ് വികസന ശക്തിക്കെതിരായുള്ള സമരത്തിൻ്റെ നേതാവായിട്ട് തീർന്നു. അപ്പോൾ പോർച്ചുഗീസുകാർ കുറേശ്ശെ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി കേരളത്തിൽ. അപ്പോൾ വാണിജ്യ ഇതൊക്കെ നേടിയെടുത്തു, വാണിജ്യ ബന്ധങ്ങളൊക്കെ അവർ നേടിയെടുത്തു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സാമൂതിരി കേരളത്തിലെ പോർച്ചുഗീസ് വികസന ശക്തിക്കെതിരായുള്ള സമരത്തിൻ്റെ ഒരു നേതാവായിട്ട് തീർന്നു. തൻ്റെ സാമന്തനായ കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദ ബന്ധം അദ്ദേഹത്തെ വ്യാകുലനാക്കി. ഒരു വിദേശ ശക്തിയുമായുള്ള സുഹൃത്ത് ബന്ധത്തിനാണോ കോഴിക്കോടുമായുള്ള മൈത്രിക്കാണോ കൊച്ചി രാജാവ് മുൻഗണന നൽകുന്നതെന്ന് അസന്ദിഗ്ധമായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂതിരി കൊച്ചി രാജാവിനൊരു സന്ദേശമെത്തിച്ചു. നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നതുപോലെ കൊച്ചിയും കോലത്തിരി രാജാക്കന്മാർ നമ്മുടെ സാമൂതിരിയുടെ സാമന്ത രാജാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ ഒരു സഹായം, ഒരു വാണിജ്യ ബന്ധം, അവരുടെ ഒരു സൈനിക സഹായമൊക്കെ കണ്ടുകൊണ്ട് കൊച്ചി രാജാവ് ഇവരുമായിട്ട് അടുത്തു. അതുപോലെ തന്നെ കോലത്തിരി രാജാവിനും സാമൂതിരി അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് കോലത്തിരി ഇവരുമായിട്ട് അടുത്തു. അപ്പോൾ ഒരു വിദേശ ശക്തിയുമായുള്ള സുഹൃത്ബന്ധത്തിനാണോ കോഴിക്കോടുമുള്ള മൈത്രിക്കാണോ കൊച്ചി രാജാവ് മുൻഗണന നൽകുന്നതെന്ന് അറിയിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം വെച്ചു. കൊച്ചിയിൽ നിന്ന് എല്ലാ പോർച്ചുഗീസുകാരെയും പറഞ്ഞയക്കണമെന്നും അതിൽ ആവശ്യപ്പെട്ടിരുന്നു. പോർച്ചുഗീസുകാരുടെ സംരക്ഷണത്തിൽ സ്വന്തം രാജ്യത്തിൻ്റെ സമുജ്വല ഭാവി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കൊച്ചി രാജാവ് സാമൂതിരിയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. അപ്പം സാമൂതിരി ഇതുപോലെ പോർച്ചുഗീസുകാരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അത് കൊച്ചി രാജാവ് തള്ളിക്കളഞ്ഞു ആ നിർദ്ദേശം. അതിനെ തുടർന്ന് സാമൂതിരി എന്ത് ചെയ്തു? ഒരു സൈന്യത്തെ കൊച്ചിയിലേക്ക് വിട്ടു. 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. ലോറൻസോ മൊറീനയുടെ കീഴിൽ പോർച്ചുഗീസുകാർ സഹായിച്ച കൊച്ചി സൈന്യങ്ങൾ അവരുടെ ഇടപ്പള്ളിക്കോട്ട വീരോചിതമായി പ്രതിരോധിച്ചു. അപ്പോൾ പോർച്ചുഗീസുകാർ നമ്മുടെ ഗാമ വന്നിട്ട് തിരിച്ചു പോയെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ കുറച്ച് പോർച്ചുഗീസുകാരുടെ ഒരു സൈന്യമുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലീഡറായിരുന്നു ഈ ലോറൻസോ മൊറീനോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പോർച്ചുഗീസുകാർ ഈ കൊച്ചി സൈന്യത്തെ സഹായിച്ചിട്ട് അവരുടെ ഇടപ്പള്ളി കോട്ട വീരോചിതമായിട്ട് മറ്റേ കോഴിക്കോട് സൈന്യത്തിൽ നിന്ന് പ്രതിരോധിച്ചു. കരവഴിക്കും കടൽ വഴിക്കും ദ്വിമുഖാക്രമണം നടത്തിയ സാമൂതിരി സൈന്യത്തിൻ്റെ ഭാരിച്ച സമ്മർദ്ദത്തിൽ കൊച്ചി സൈന്യം പിന്മാറാൻ നിർബന്ധമായി. അപ്പം കരവഴിയും കടൽ വഴിയും സാമൂതിരി ആക്രമണം നടത്തി, സാമൂതിരി സൈന്യം. അപ്പോൾ അതിൻ്റെ ഒരു ഭാരിച്ച സമ്മർദ്ദത്തിൽ കൊച്ചി സൈന്യം പിന്മാറാനായിട്ട് നിർബന്ധിതമായി. ആളിലും അർത്ഥത്തിലും അവരുടെ നഷ്ടം വമ്പിച്ചതായിരുന്നു. അപ്പം കൊച്ചി സൈന്യത്തിന് ഒരുപാട് നഷ്ടമുണ്ടായി. സൈന്യത്തിൽ ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. അവരുടെ ഒരുപാട് സാധനങ്ങളും പടക്കോപ്പുകളും സാധനങ്ങളൊക്കെ നശിക്കുകയൊക്കെ ചെയ്തു. കൊച്ചിയിലെ 3 രാജാക്കന്മാർ ആ യുദ്ധത്തിൽ മരിച്ചു. കൊച്ചി രാജാവ് എളങ്ങപ്പുഴ ക്ഷേത്രത്തിലെ സങ്കേതത്തിൽ അഭയം നേടി. കൊച്ചി രാജാവ് ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിലെ സങ്കേതത്തിൽ അഭയം നേടി. ഈ സങ്കേതം എന്താണെന്ന് നമ്മുടെ 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സങ്കേതം എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് പോയി കാണുക. സങ്കേതം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. സങ്കേതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ കൊച്ചി രാജാവ് ഇളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിലെ സങ്കേതത്തിൽ അഭയം തേടി. മഴക്കാലമായപ്പോൾ ഓണം കഴിഞ്ഞ് ആക്രമണം പുനരാരംഭിക്കാമെന്ന നിശ്ചയത്തോടെ സാമൂതിരി കോഴിക്കോട്ടേക്ക് മടങ്ങി. അപ്പം മഴക്കാലമായപ്പോഴത്തേക്കും ഓണം കഴിഞ്ഞ് ആക്രമണം പുനരാരംഭിക്കാമെന്ന നിശ്ചയത്തോടെ സാമൂതിരി കോഴിക്കോട്ടേക്ക് മടങ്ങി. സുശക്തമായ ഒരു സൈന്യ വിഭാഗത്തെ കൊച്ചിയിൽ നിർത്തിയിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അദ്ദേഹം കോഴിക്കോട്ടേക്ക് മടങ്ങിപ്പോയെങ്കിലും സുശക്തമായിട്ടുള്ളൊരു സൈന്യ വിഭാഗത്തെ കൊച്ചിയിൽ നിർത്തിയിട്ടാണ് അദ്ദേഹം പോയത്. 1503 സെപ്റ്റംബറിൽ ഫ്രാൻസിസ്കോ അൽബുക്കർക്കിൻ്റെ കീഴിൽ ഒരു പോർച്ചുഗീസ് നാവിക വിഭാഗം കൊച്ചിയിലെത്തി. അപ്പോൾ നമ്മൾ ഗാമ വന്നു, അതിനുശേഷം ഗാമ തിരിച്ചുപോയി, കബ്രാൾ വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതുപോലെ ജാവോഡ നോവ എന്ന് പറയുന്ന വ്യക്തി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഗാമ രണ്ടാമത് വന്നു എന്ന് പറഞ്ഞു. ഇപ്പം കണ്ട നമ്മുടെ അൽബുക്കർക്ക് ചിത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. 1503 സെപ്റ്റംബറിൽ ഫ്രാൻസിസ്കോ അൽബുക്കർക്കിൻ്റെ കീഴിൽ ഒരു പോർച്ചുഗീസ് നാവിക വിഭാഗം കൊച്ചിയിലെത്തി. അത് ഡാർട്ടെ പച്ചിക്കോവിൻ്റെ കപ്പലുമായി വൈപ്പിൻകരയിൽ വെച്ച് സന്ധിച്ചു. ഡാർട്ടെ പച്ചിക്കോ എന്ന് പറഞ്ഞാൽ ഈ അൽബുക്കർക്കിൻ്റെ കൂടെ തന്നെ വന്ന മറ്റൊരു കപ്പലിൻ്റെ സേനാനായകനാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ ഒരു സേനാനായകനും കൂടിയാണ് ഈ ഡാർട്ടെ പച്ചിക്കോ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം സമുദ്രത്തിലെ ഒരു ക്യാപ്റ്റനാണ്.
എന്നൊക്കെയാണ് മാനുവൽ രാജാവ് അദ്ദേഹത്തെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര പോരാളിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഡാർട്ടെ പച്ചിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പലും ഈ ആൽബുക്കർക്കിൻ്റെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് വൈപ്പിൻ കരയിൽ വെച്ച് സന്ധിച്ചു. അപ്പോൾ അവിടെ വളയപ്പെട്ടിരുന്ന കൊച്ചി സൈന്യം, അപ്പോൾ ഈ കൊച്ചി സൈന്യത്തിന് ഈ സാമൂതിരിയുടെ സൈന്യം ഈ ഒരു വൈപ്പിനിൽ ആ സമയത്ത് വളഞ്ഞ് നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. കൊച്ചി സൈന്യം ഈ പോഷക സേനയെ സ്വാഗതം ചെയ്തു. അപ്പോൾ ഇവർ വന്നു, കൊച്ചി സൈന്യം ഇവരെ സ്വാഗതം ചെയ്തു. കൊച്ചിയിൽ താവളം അടിച്ചിരുന്ന കോഴിക്കോട്ട് സൈന്യം അമ്പരന്ന് പിൻവാങ്ങി. അപ്പം ഈ ഫ്രാൻസിസ്കോ ആൽബുക്കർക്കിൻ്റെയും ഡാർട്ടെ പച്ചിക്കോവിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പടയാളികളും വെടിക്കോപ്പുകളും സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് കോഴിക്കോട് സൈന്യം അമ്പരന്ന് പിൻവാങ്ങിയെന്നാണ് പറയുന്നത്. പോർച്ചുഗീസുകാർ വിജയപൂർവ്വം കൊച്ചി രാജാവിനെ കൊച്ചിയിൽ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ പുനഃപ്രതിഷ്ഠിച്ചു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സങ്കേതത്തിൽ അഭയം തേടിയെന്ന് പറഞ്ഞായിരുന്നു. ഇളങ്ങുന്നപ്പുഴ ക്ഷേത്ര സങ്കേതത്തിൽ അഭയം നേടിയെന്ന് പറഞ്ഞായിരുന്നു. അവിടുന്ന് രാജാവിനെ തിരിച്ചു കൊണ്ടുവന്ന് ഇവർ സിംഹാസനത്തിൽ പുനഃപ്രതിഷ്ഠിച്ചു. പോർച്ചുഗീസ് പട്ടാളം വിജയലഹരിയിൽ ഇടപ്പള്ളി രാജാവിൻ്റെ ദേശങ്ങൾ കൊള്ളയടിക്കുകയും ഒട്ടേറെ ഗ്രാമങ്ങൾ കൊള്ളിവെക്കുകയും നിരായുധരായ സാമാന്യ ജനങ്ങളെ കണ്ടമാനം കൊന്നൊടുക്കുകയും ചെയ്തു. അപ്പം ഇടപ്പള്ളി രാജാവിൻ്റെ പോർച്ചുഗീസ് പട്ടാളം വിജയലഹരിയിൽ ഇടപ്പള്ളി രാജാവിൻ്റെ ദേശങ്ങൾ കൊള്ളയടിക്കുക. അപ്പോൾ ഇടപ്പള്ളി രാജാവ് സാമൂതിരിക്ക് ഒരു സഹായവും കാര്യങ്ങളൊക്കെ ഈ യുദ്ധത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കാരണം ഇടപ്പള്ളി രാജാവിൻ്റെ ദേശങ്ങൾ കൊള്ളയടിക്കുകയും ഒട്ടേറെ ഗ്രാമങ്ങൾ കൊള്ളിവെക്കുകയും നിരായുധരായ സാമാന്യ ജനങ്ങളെ കണ്ടമാനം കൊന്നൊടുക്കുകയും ചെയ്തു. കൃതജ്ഞാബദ്ധനായ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് അവരുടെ വ്യാപാരശാലയുടെ സംരക്ഷണത്തിന് കൊച്ചിയിൽ ഒരു കോട്ട കെട്ടാൻ അനുവാദം നൽകി. 1503 സെപ്റ്റംബർ 27 അടിസ്ഥാന കല്ലിട്ട ഈ കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ഒന്നാമത്തെ കോട്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതൊക്കെയാണ്, പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1503 സെപ്റ്റംബർ 27 അടിസ്ഥാന കല്ലിട്ട ഈ കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ഒന്നാമത്തെ കോട്ട. ആ കോട്ടയുടെ പേരറിയാലോ, മാനുവൽ കോട്ട എന്നാണ്. പോർച്ചുഗീസ് രാജാവിൻ്റെ ബഹുമതിക്ക് വേണ്ടി മാനുവൽ കോട്ട എന്നതിന് പേരിട്ടു. പോർച്ചുഗീസുകാരുടെ നിർദ്ദേശപ്രകാരം കൊച്ചി രാജാവ് 5 കൈമൾമാരുമായി ഒരു കരാറുണ്ടാക്കി. ഈ കരാറിൻ പ്രകാരം കൈമൾമാർ സാമൂതിരിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കൊച്ചിയുടെ അധീശത്വം അംഗീകരിച്ചു. അപ്പം അതിനുശേഷം പോർച്ചുഗീസ് രാജാവിൻ്റെ ബഹുമതിക്ക് വേണ്ടി മാനുവൽ കോട്ട എന്ന് പേരിട്ടെന്ന് പറഞ്ഞു. പോർച്ചുഗീസുകാരുടെ നിർദ്ദേശപ്രകാരം കൊച്ചി രാജാവ് 5 കൈമൾമാരുമായി ഒരു കരാറുണ്ടാക്കി. ഈ കരാറിൻ പ്രകാരം കൈമൾമാർ സാമൂതിരിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കൊച്ചിയുടെ അധീശത്വം അംഗീകരിച്ചു. സാമൂതിരി കൊച്ചി രാജാവിനോടും അദ്ദേഹത്തിൻ്റെ പോർച്ചുഗീസ് ബന്ധുക്കളോട് യുദ്ധം ചെയ്യാൻ തിരക്കിട്ട സജ്ജീകരണങ്ങൾ നടത്തുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് സാമൂതിരി കൊച്ചി രാജാവിനോടും അദ്ദേഹത്തിൻ്റെ പോർച്ചുഗീസ് ബന്ധുക്കൾ, ഇപ്പം കൊച്ചി രാജാവും പോർച്ചുഗീസുകാരും ബന്ധുക്കളെ പോലെ അവർ പരസ്പരം കൈകോർത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ തിരക്കിട്ട സജ്ജീകരണങ്ങൾ നടത്തുകയായിരുന്നു നമ്മുടെ സാമൂതിരി. പച്ചിക്കോ 150 പോർച്ചുഗീസ് ഭടന്മാരും 300 നാടൻ പടയാളികളുമൊത്ത് കൊച്ചിയുടെ പ്രതിരോധത്തിന് സന്നദ്ധനായി നിൽക്കുന്നുണ്ടായിരുന്നു. സാമൂതിരി മുസ്ലിം വ്യാപാരികളുടെ സഹായത്തോടുകൂടി കൊച്ചിയിലെ അരിയുടെ ഇറക്കുമതി നിശേഷം തടഞ്ഞ് അവരെ പട്ടിണിക്കിട്ട് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അതും ഫലിച്ചില്ല. ആകയാൽ അദ്ദേഹം 1504 വൻതോതിലുള്ള പടനീക്കത്തിന് തയ്യാറായി. അപ്പോൾ പച്ചിക്കോയുടെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹവും 150 പോർച്ചുഗീസ് ഭടന്മാരും 300 നാടൻ പടയാളുമൊത്ത് കൊച്ചിയുടെ പ്രതിരോധത്തിന് സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സാമൂതിരി മുസ്ലിം വ്യാപാരികളുടെ സഹായത്തോടുകൂടി കൊച്ചിയിലെ അരിയുടെ ഇറക്കുമതി സമ്പൂർണ്ണമായി തടഞ്ഞിവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അതും ഫലിച്ചില്ല. ആകയാൽ അദ്ദേഹം 1504 വൻതോതിലുള്ള പടനീക്കത്തിന് തയ്യാറായി. 4000 നാവികന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 250 കപ്പലുകളും ഏറാൾപ്പാടിൻ്റെയും ഇടപ്പള്ളി രാജാവിൻ്റെയും കീഴിൽ 60,000 പേരടങ്ങുന്ന കാലാൾപ്പടയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുമ്പളത്തു നിന്ന് പള്ളുരുത്തിയിലേക്കുള്ള കടത്ത് കടന്ന് കൊച്ചിയെ ആക്രമിക്കാനുള്ള സാമൂതിരിയുടെ ശ്രമം പച്ചിക്കോവിൻ്റെ സന്ദർഭോചിതമായ പ്രവർത്തനം കൊണ്ട് സഫലമായില്ല. അപ്പോൾ ഇത്രയും വലിയ ഒരു പടയുണ്ട് സാമൂതിരിക്ക്. വലിയൊരു പടനീക്കത്തിനാണ് തയ്യാറായത്. 4000 നാവികന്മാരും 250 കപ്പലുകളും ഏറാൾപ്പാടിൻ്റെയും ഇടപ്പള്ളി രാജാവിൻ്റെ കീഴിൽ 60,000 കാലാൾപ്പടയും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളത്ത് നിന്ന് പള്ളുരുത്തിയിലേക്കുള്ള കടത്ത് കടന്ന് കൊച്ചിയെ ആക്രമിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സാമൂതിരിയുടെ ശ്രമം പച്ചിക്കോവിൻ്റെ സന്ദർഭോചിതമായ പ്രവർത്തനം കൊണ്ട് സഫലമായില്ല എന്നാണ് പറയുന്നത്. കോഴിക്കോട്ട് സൈന്യത്തിൽ പടവെട്ടി 19,000 പേരും വിഷൂജിക പിടിപെട്ട് 13,000 പേരും മരിച്ചു. അപ്പോൾ നമ്മുടെ സാമൂതിരിയുടെ സൈന്യത്തിൽ പടവെട്ടി 19,000 പേരും വിഷൂജിക പിടിപെട്ട് 13,000 പേരും മരിച്ചു. 5 മാസം നീണ്ടുവന്ന ദീർഘമായ ഒരു ആക്രമണത്തിന് ശേഷം പിൻവാങ്ങാൻ സാമൂതിരി നിർബന്ധിതനായി. 5 മാസം നീണ്ടുനിന്ന ദീർഘമായ ഒരാക്രമണത്തിന് ശേഷം പിൻവാങ്ങാൻ സാമൂതിരി നിർബന്ധിതനായി. കൊച്ചിയിൽ അനുഭവപ്പെട്ട നാശം അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂരും ഉണ്ടായി. 1504 പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്ത് അതിനു ചുറ്റും കോട്ടമതിൽ കെട്ടി. അപ്പോൾ 1504 പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്ത് അതിനു ചുറ്റും കോട്ടമതിൽ കെട്ടി. കൊടുങ്ങല്ലൂർ രാജാവ് കോഴിക്കോടുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പോർച്ചുഗീസുകാരുടെ സംരക്ഷണം സ്വീകരിച്ചു.
കൊടുങ്ങല്ലൂർ രാജാവ് കോഴിക്കോടുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരുടെ സംരക്ഷണം സ്വീകരിച്ചു. പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂർ പിടിച്ചോടെ അവർ കേരളത്തിലെ ഒന്നാമത്തെ യുദ്ധ പരമ്പരയിൽ വിജയം നേടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് കേരളത്തിൽ അവർ നടത്തിയ സാമൂതിരിയുമൊക്കെ ആയിട്ട് നടത്തിയ ഒന്നാമത്തെ യുദ്ധ പരമ്പരയിൽ അവർ വിജയം നേടുകയാണ് ചെയ്തത്. അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ ഇപ്പോൾ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും ദൃഢമായി ഉറപ്പിക്കപ്പെട്ടു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അൽബുക്കർക്കിനെ കുറിച്ചും അൽമേഡയൊക്കെ കുറിച്ച് കുറച്ച് ബാക്കിയുള്ള പോർച്ചുഗീസ് നാവികരെ കുറിച്ചാണ് പറയുന്നത്. ഇനി വരുന്ന അവരുടെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.